ഇന്ത്യയിൽ ജനതാ പരിവാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് JDS. JDS BJPയിലേക്ക് വരുമോ? കേരളത്തിൽ NDA പാളയത്തിലേക്ക് വരുമെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ടാണ് എപ്പോഴും കേരളം അറിയപ്പെടുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം രാഷ്ട്രീയം ഒരു വഴിക്ക് പോകുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയം വേറൊരു വഴിക്ക് പോകുന്ന ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്താണ് ശരത് പവാർ NCP രൂപീകരിച്ചതും പ്രതിപക്ഷത്ത് നിന്നതും. അത് കഴിഞ്ഞൊരു സാഹചര്യം കഴിഞ്ഞതിന് ശേഷം NCP കോൺഗ്രസിനോടുകൂടി ചേർന്നിട്ടും കേരളത്തിലെ NCPയുടെ പക്ഷം LDFിൻ്റെ കൂടെ തന്നെയാണ് നിന്നത്, എതിർപക്ഷത്താണ്. അതേപോലെ ജനതാദളും ജനതാദളിൻ്റെ പല പല പിളർപ്പുകൾ കഴിഞ്ഞു. 77 തൊട്ട് ജനതാദളിൻ്റെ ഓരോ വർഷവും പിളർപ്പുകളുടെ വർഷങ്ങളായിരുന്നു. അപ്പോൾ പിളർന്ന് ഇപ്പം HD ദേവഗൗഡയും കുമാരസ്വാമിയുടെയും കീഴിൽ നേതൃത്വത്തിൽ ജനതാദളിൻ്റെ ഒരു ഫാക്ഷൻ, പ്രത്യേകിച്ചും കർണാടക രാഷ്ട്രീയത്തിൽ അവർ വളരെ സ്വാധീനമുള്ള ഒരു കക്ഷിയായിരുന്നു ആദ്യം തൊട്ടേ. അപ്പോൾ അവർ BJPയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പോലും അവരുടെ 2 MLAമാരും ഒരു മന്ത്രിയും ചേർന്ന് തീരുമാനിച്ചത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനാണ്. അതായത് കേന്ദ്രത്തിൽ ഒരേ കക്ഷി BJPയുടെ കൂടെയും സംസ്ഥാനത്ത് CPMൻ്റെ കൂടെ നിൽക്കുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുമല്ല, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസുമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന CPM കേരളത്തിൽ മാത്രം VD സതീശനെ എതിർക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എതിർക്കുന്നില്ല, VD സതീശനെ എതിർക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഇത് കേരളത്തിലെ ജനത മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പഴയ ഒരു ചൊല്ലുണ്ടല്ലോ, പൊതുജനം കഴുതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് കേരളത്തിലെ പൊതുജനത്തിനാണെന്ന് തോന്നുന്നു. അല്ല, പക്ഷേ നാം 2004 കണ്ടതാണ് ഈ CPM തന്നെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു. അതെ, CPMും കോൺഗ്രസും കൂടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുമിച്ച് നിൽക്കുകയും ഇപ്പോഴും കേരളത്തിന് വെളിയിൽ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. കളിക്കാവളയ്ക്ക് അപ്പുറവും പിന്നെ പാലക്കാടിന് അപ്പുറവും അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇവർ തമ്മിൽ വാക്പോര് നടത്തുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കില്ല, നിങ്ങൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഒന്നും മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നതിനകത്ത് അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ദേശീയ തലത്തിൽ അവരുടെ നേതാവാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ അവരുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന തലത്തിൽ പരസ്പരം എതിർക്കുമ്പോഴത്തേക്ക് അത് എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്ന് ആരും അവരോട് ചോദിക്കുന്നില്ല. CPMും കോൺഗ്രസും പറയുന്നു BJPയാണ് ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ശത്രുവെന്ന്. എന്നാൽ ആ ശത്രുവിനെതിരായിട്ട് ഇവർ എന്തുകൊണ്ട് ഒരുമിപ്പിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് 2ാം സ്ഥാനവും പറ്റുമെങ്കിൽ 3ാം സ്ഥാനവും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ രണ്ടുപേരുടെ അജണ്ട. 3ാം സ്ഥാനം പോലും കൊടുക്കുക. കാര്യം ഇവർ രണ്ടുപേരും യോജിച്ച് കഴിഞ്ഞാൽ CPM 2ാം സ്ഥാനത്ത് വരും. അത് പാടില്ല. അതുകൊണ്ട് 3ാം സ്ഥാനത്ത് നിർത്തണം. പണ്ട് നരസിംഹറാവു പറഞ്ഞൊരു തമാശ മാതിരി, സ്പീക്കറാകാൻ വേണ്ടിയിട്ട് ലോക്സഭയിൽ BJP ഞങ്ങളെ സഹായിക്കണം, സ്പീക്കറെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കറാകാൻ ഞങ്ങൾ DMKയെ സഹായിക്കുകയുള്ളൂ. കാര്യം നിങ്ങൾ സെക്യുലർ അല്ല. എന്നാൽ സെക്യുലർ അല്ലാത്ത ഞങ്ങളുടെ വോട്ട് എന്തിനു വേണമെന്ന് ചോദിച്ചിട്ടാണ് അന്ന് BJP കളം മാറ്റിയത്. കാര്യം ആ ഒരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് പോകുന്നു, ഒരു സ്റ്റീരിയോ ടൈപ്പിലോട്ട് നമ്മൾ പലപ്പോഴും പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഈ ജനതാദളിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും കൂടെ ഉള്ള ഒരു പാർട്ടിയായിരുന്നു ജനതാദൾ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കണം ദേവഗൗഡാജി ഇത്രയും കാലം CPMൻ്റെ കൂടെ നിന്നോളാൻ കേരളത്തിലെ ജനതാദളിൻ്റെ നേതാക്കളെ, അതായത് മാത്യു തോമസ് വ്യക്തിപരമായിട്ട് ഒരു പ്രഭാവവും വോട്ടുമൊക്കെ ഉള്ള ആൾക്കാരാണ് കൃഷ്ണൻകുട്ടിയും മാത്യു തോമസും. അപ്പോൾ അവരെ പിണക്കാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ നിന്നത്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. അടുത്ത ഇലക്ഷനിലും കേരള ഇലക്ഷനിൽ ദേവഗൗഡ വന്ന് അവരെ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ വരണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക കെമിസ്ട്രിയാണ് അവർ കണ്ടിരുന്നത്. അതായത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ ഇലക്ഷൻ, സാധാരണ എല്ലാ പാർട്ടിയുടെയും ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് ഇലക്ഷൻ വരുമ്പോൾ വരാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും ലോക്സഭാ ഇലക്ഷൻ ആയാലും അവരുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ പ്രചരണത്തിന് വരണ്ട എന്ന് പറഞ്ഞ ഒരേ ഒരു പാർട്ടി ജനതാദൾ S ആണ്. അപ്പോൾ ഇപ്പോൾ ഇനിയും ആ ഒരു രീതിയിൽ തുറന്നു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കാൻ കുമാരസ്വാമിക്കും ദേവഗൗഡയ്ക്കും സാധിക്കില്ല എന്ന് വെച്ചിട്ട് അവർ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി പൊയ്ക്കോളുക, അല്ലെങ്കിൽ ഞങ്ങൾ വിപ്പ് തരേണ്ടി വരുമെന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കാണ് ഇതിനിടയ്ക്ക് ഒരുപാട് ലയന ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ ജനതാ പരിവാർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ്. 77 തൊട്ട് പിളർന്നു തുടങ്ങിയത് ഇപ്പോഴും പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം പുതിയ കക്ഷികളും വരുന്നു. ഈ പഴയ ലോക്ദളിലെ ദളും ചേരുന്നുണ്ട്, ജനതാ പാർട്ടിയിലെ ജനതയും ചേർന്നിട്ട് എത്രയോ കോമ്പിനേഷനുള്ള പാർട്ടികൾ കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ജനതാദൾ സെക്യുലർ NDA മുന്നണിയുടെ ഭാഗമാകണം എന്നുള്ള ദേവഗൗഡാജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നമ്മുടെ
മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കും. അല്ലാതെ ഈ പാർട്ടി അവിടെ ലയിക്കുക എന്നുള്ള ഒരു രീതിയിലല്ല. ഒരു പാർട്ടി ലയനത്തിന് എന്തൊക്കെ ആണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ള, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയിൽ ലയിക്കുന്നതിന് വേണ്ട കണ്ടീഷൻസ് എല്ലാം കേരളത്തിൽ നിന്ന് തന്നെയുള്ള കേരള കോൺഗ്രസ്. അതാണ് നിലവിലെ മന്ത്രിയും MLA-യും പുതിയ പാർട്ടി രൂപീകരിച്ചു പോകുമ്പോൾ ഔദ്യോഗിക പാർട്ടി BJP-യിലേക്ക് വരുന്നു. അല്ല, ഔദ്യോഗിക പാർട്ടി അവിടെ തന്നെ നിൽക്കുന്നു. അവർ അന്നും BJP-യുടെ കൂടെ തന്നെ ആയിരുന്നു. ഔദ്യോഗിക കേരളത്തിൽ നിലവിൽ അല്ല, ഔദ്യോഗിക പാർട്ടിയിലെ 2 MLA-മാർ മാത്രം ഇടതുപക്ഷത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ മാറിയിട്ട് അത് തിരിച്ചു വരുന്നു. തിരിച്ച് അവർ അന്നും NDA-യിൽ തന്നെയാണ് നിൽക്കുന്നത്. കേരളത്തിൽ വീണ്ടും അവർ ഇപ്പോഴും NDA-യിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ 2 വ്യക്തികൾക്ക് മാത്രമായിരുന്നു ഒരു പ്രശ്നമുള്ളത്. ആ 2 വ്യക്തികളും പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് പോകുന്നു. അപ്പം ഒരു പാർട്ടി വേറൊരു പാർട്ടിയിൽ ലയിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് കേരള കോൺഗ്രസുമായിട്ടുള്ള കേസിൽ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 പാർട്ടികൾ ലയിക്കുന്നത് അവർ പറയുന്ന ആ കണ്ടീഷൻസ് എല്ലാം പാലിച്ചിട്ട് ലയിച്ചാലേ പറ്റുള്ളൂ. അപ്പം കേരളത്തിലുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസുമായിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമുണ്ട്. അപ്പം ലയനമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇത് ലയനമല്ല, അവർ പാർട്ടി വിട്ടിട്ട് പുതിയൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് മാത്രം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. ഒരു പാർട്ടി, ദേശീയ പാർട്ടി എങ്ങനെ സംസ്ഥാന പാർട്ടിയിൽ ലയിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് ആ ഒരു വ്യത്യാസം ആകെ നമ്മൾ കാണുന്നത് ലീഗിലാണ്. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ ദേശീയ പ്രസിഡന്റ് എണീറ്റ് നിൽക്കുന്ന ഒരു രീതി നമ്മൾ കാണണമെങ്കിൽ അത് ലീഗിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ CPM-ൻ്റെ കാര്യവും അങ്ങനെയാണ്. CPM-ൻ്റെ കേരള നേതാക്കളൊക്കെ പിണറായി വിജയനെ കാണുമ്പോഴത്തേക്ക് ബേബി എണീറ്റ് നിൽക്കേണ്ട അവസ്ഥയാണ്. കാര്യം ഇവർക്കൊക്കെ വേറെ ഇവിടെയേ ഉള്ളൂ. അപ്പോൾ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം അധികാരവും MLA-മാരും പ്രസൻസും ജനകീയ പിന്തുണയും ഉള്ള ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർണാടകയാണ്. അത് കഴിഞ്ഞ് കേരളത്തിലെ ജനതാദളിൽ പാരമ്പര്യമായിട്ട് പഴയ ചന്ദ്രശേഖർജിയുടെയൊക്കെ കാലത്തെ നിൽക്കുന്ന അരങ്ങിലിൻ്റെയും ചന്ദ്രശേഖരൻ്റെയൊക്കെ കാലത്ത് നിൽക്കുന്ന ജനതാ പാരമ്പര്യമുള്ള ഒരു വിഭാഗമുണ്ട്. കോഴിക്കോട് ആ ഭാഗത്തൊക്കെയാണ് അവർക്ക് കൂടുതലും പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് BJP-യുമായിട്ട് ബന്ധമുള്ള, BJP-യുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന CP സൂദനെ പോലുള്ള പലരും പാർട്ടിയിലോട്ട് പുതുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ജനതാദൾ സെക്യുലർ കർണാടകത്തിലെ പോലെ അല്ലെങ്കിൽ ദേശീയ തലത്തിൻ്റെ അവരുടെ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് കേരളത്തിലും അവർ NDA-യുടെ ഭാഗമാകാനാണ് ഒരുങ്ങുന്നത്. അത് NDA-ക്ക് ശക്തി പകരുമോ? തീർച്ചയായിട്ടും. കാര്യം ഈ കൃഷ്ണൻകുട്ടിയെയും തെറ്റയിലിനെയും കൂടെ നിന്ന പല പ്രവർത്തകർക്കും CPM-നെ ജയിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവരെ 2 പേരുടെ സീറ്റ് മോഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ അങ്ങോട്ട് പോയിട്ടുള്ളത്. അവരുടെ കൂടെയുള്ള പ്രവർത്തകർക്ക്, എന്തായാലും ജനതാദൾ സംസ്കാരമുള്ളവർക്ക് CPM-നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിനോട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അവർക്ക് ആകെ പോകാൻ സാധ്യതയുള്ളത് BJP തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.